തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 52-ാം വാക്യം. യേശു അവനോട്, വാൾ ഉറയിലിടുക, വാൾ എടുക്കുന്നവനൊക്കെയും വാളാൽ നശിച്ചേ പോകും. ഗെത്സമനെ തോട്ടത്തിൽ കർത്താവ് ഏകാന്ത പ്രാർത്ഥനയ്ക്കായി പോകുന്ന സമയം കൃത്യമായി അറിയാമായിരുന്ന യൂദ കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാൻ ആ സമയം തന്നെ തിരഞ്ഞെടുക്കുകയും പടയാളികളെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് ചെല്ലുകയും ചെയ്യുന്നു. വാളും വടികളുമായിട്ടാണ് അവർ കർത്താവിനെ പിടിക്കുവാൻ ചെന്നത്. കാരണം യേശുവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പൊതുജനത്തിന്റെ പ്രതിരോധവും ആക്രമണവും ഉണ്ടാകുമോ എന്നവർ ഭയന്നിരുന്നു. എന്നാൽ കർത്താവ് ഏകനായി ഒരു പ്രതിരോധ സംഘത്തിന്റെ സംരക്ഷണമില്ലാതെ 3 ശിഷ്യന്മാരുടെ മാത്രം സാന്നിധ്യത്തിൽ ഗെത്സമനയിൽ പ്രാർത്ഥനയിലായിരുന്നു. യൂദായുടെ തന്ത്രപരമായ സമീപനവും വെറുപ്പ് ഉളവാക്കുന്ന ചുംബനവും ആ സന്ദർഭത്തിൽ അവനെ സ്നേഹിത എന്ന് സംബോധന ചെയ്ത് അവനിൽ ഒരു പശ്ചാത്താപത്തിന്റെ പ്രേരണ ഉണ്ടാകുവാൻ കർത്താവ് അവസരം നൽകുന്നതുമെല്ലാം ആ സമയത്തെ പശ്ചാത്തല കാഴ്ചകളാണ്. അവർ യേശുവിന്റെ മേൽ കൈവച്ച ഉടൻ പത്രോസിന്റെ വാളെടുത്ത് മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ കാത് അറുത്തിടുന്നു. 4 സുവിശേഷങ്ങളിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഇതിന്റെ ആധികാരികത ഉറപ്പായി തന്നെ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഉടനെ തന്നെ കർത്താവ് അവനെ വിലക്കുകയാണ്. തുടർന്ന് കർത്താവ് പറയുന്നു, വാൾ ഉറയിലിടുക, വാൾ എടുക്കുന്നതിനൊക്കെയും വാളാൽ നശിക്കും. അതാണ് ഇന്നത്തെ സന്ദേശത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വാചകം. വാൾ സ്വയരക്ഷയ്ക്കായി കരുതുന്നത് നിയമപരമായി സമൂഹം വ്യക്തികൾക്ക് നൽകുന്ന അവകാശമാണ്. ഇന്ന് വാളിന് പകരം തോക്ക് കൈവശം വയ്ക്കുന്നവരെ നാം കാണുന്നുണ്ടല്ലോ. വാൾ ഉറയിലിടുക എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് വാൾ കൈവശം വെക്കുന്നതിന് കർത്താവ് എതിരല്ല എന്ന് മനസ്സിലാക്കാം. എന്നാൽ അതിന്റെ ഉപയോഗത്തെ സംബന്ധിച്ച് കർത്താവ് കൃത്യമായി നിയന്ത്രണം നൽകുന്നു, താക്കീത് നൽകുന്നു. വാൾ പ്രയോഗിക്കരുത്. വാൾ എടുക്കുക എന്നാൽ ആക്രമണത്തിന് പ്രേരണ നൽകുക, മറ്റുള്ളവരെ നിർദ്ദയമായി ആക്രമിക്കുക, കീഴ്പ്പെടുത്തൽ മനോഭാവത്തോടു കൂടി മറ്റുള്ളവരുടെ മേൽ ആധിപത്യം ഉറപ്പിക്കുക, പ്രതികാരം മനസ്സിൽ കരുതി അവസരം വരുമ്പോൾ ആക്രമിക്കുക, അഹങ്കാര മനോഭാവത്തോടു കൂടി മറ്റുള്ളവരെ അടിച്ചമർത്തുക, ഏകാധിപത്യ പ്രവണതയോടുകൂടി മറ്റുള്ളവരെ കേൾക്കാൻ തയ്യാറാകാതെ തന്റെ തീരുമാനം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുക തുടങ്ങി അനേക അർത്ഥതലങ്ങളുള്ള ആഴമേറിയ ഒരു നാടൻ ശൈലി പ്രയോഗമാണ് വാൾ എടുക്കുക എന്നത്. അതിന്റെ പരിണിത ഫലമാണ് 2-ാം ഭാഗത്ത് തുടർന്ന് നാം മനസ്സിലാക്കുന്നത്, വാളാൽ നശിക്കും എന്നത്. ഒരാൾ ഏതെല്ലാം തരത്തിലുള്ള വാൾ ജീവിതത്തിൽ ഉയർത്തുന്നുവോ അതേ വാൾ തന്നെ അയാളെ നശിപ്പിക്കും. എല്ലാ പ്രവൃത്തിക്കും അതിന്റെ തുല്യശക്തിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത് ലോക നിയമമാണല്ലോ. എവരി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് സർ ഐസക് ന്യൂട്ടന്റെ ചലന നിയമം. ആ നിയമം തന്നെയാണ് ഐസക് ന്യൂട്ടന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് കർത്താവ് പറഞ്ഞ ഈ സന്ദേശത്തിലും അടങ്ങിയിരിക്കുന്ന തത്വം. എല്ലാ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ആകയാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ തന്നെ നാശത്തിലേക്ക് തിരിച്ചു കൊത്തുന്ന തരത്തിൽ വിഷമയമാകാതിരിക്കുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നേതൃരംഗത്ത് പ്രവർത്തിക്കുന്നവരും ഭരണകർത്താക്കളും പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് ഈ ഭാഗത്തെ 1-ാമത്തെ സന്ദേശം. 2-ാമത് വാളെടുക്കുക എന്നതിന് ശത്രുക്കളെ സൃഷ്ടിക്കുക എന്നൊരു അർത്ഥം കൂടെ നൽകാം. നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും ശത്രുക്കളെ സൃഷ്ടിക്കുകയല്ല, സ്നേഹിതരെ സമ്പാദിക്കുകയാവണം ലക്ഷ്യം. നാം ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ എത്ര ധനം സമ്പാദിച്ചു, പണം സമ്പാദിച്ചു എന്നല്ല, എത്ര സ്നേഹിതരെ നേടി, സ്നേഹിതരെ സമ്പാദിച്ചു എന്നതായിരിക്കണം നമ്മുടെ ബാലൻസ് ഷീറ്റിൽ മിച്ചമായി രേഖപ്പെടുത്തേണ്ടതെന്ന് ഒരു തത്വചിന്തകൻ പറഞ്ഞിരിക്കുന്നത് വായിച്ചതായി ഓർക്കുന്നു. ഇന്ന് സ്നേഹം നിർവികാരമായ ആഘോഷമായി അധപ്പതിച്ചിരിക്കുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഫാദേഴ്സ് ഡേയും മദേഴ്സ് ഡേയും വാലന്റൈൻസ് ഡേയും ബർത്ത്ഡേയും എല്ലാം ലോകത്തിന്റെ ഏതെങ്കിലുമൊക്കെ മൂലകളിൽ ഇരുന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കേക്ക് മുറിച്ച് കൈകൊട്ടി സ്നേഹം പങ്കുവെച്ച് ആശംസ അറിയിച്ച് സായുജ്യം അടയുന്ന ലോകമാണ് നമ്മുടെ ചുറ്റിലും വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആഘോഷങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു കൂരയ്ക്കുള്ളിൽ ഒന്നിച്ചിരുന്ന് എല്ലാ ദിവസവും ഹൃദയത്തിൽ നിന്ന് സ്നേഹം പങ്കുവയ്ക്കുന്ന ഒരു കൂട്ടായ്മയുടെ ആത്മാവിലായിരുന്നു ലോകം പുലർന്നിരുന്നത്. അന്ന് എന്തോ ഒരു വലിയ ഹൃദയബന്ധമായിരുന്നു മനുഷ്യർക്ക് പരസ്പരം ഉണ്ടായിരുന്നത് എന്ന് നാം ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഹൃദയത്തിൽ സ്നേഹത്തിന്റെ ആത്മാർത്ഥത നഷ്ടപ്പെടുമ്പോൾ നാം അറിയാതെ വിദ്വേഷത്തിന്റെയും ശത്രുതയുടെയും സ്വാർത്ഥതയുടെയും ആത്മാവ് നമ്മിൽ വളരുന്നില്ലേ എന്ന് നാം ചിന്തിക്കണം. ഒറ്റിക്കൊടുക്കുവാൻ വരുന്ന യൂദായെയും സ്നേഹിത എന്ന സംബോധനയിലൂടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നവനാണ് നമ്മുടെ കർത്താവ്. കാതർത്തവന്റെ കാത് സൗഖ്യമാക്കി അവനിൽ സ്വാതന്ത്ര്യത്തിന്റെ ശാന്തി പകരുകയാണ് കർത്താവ് ചെയ്യുന്നത്. ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജീവിതത്തിലെ ഒരു സംഭവം ഓർക്കുന്നു. 1952 റഷ്യയിൽ അംബാസഡറായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റായി സ്ഥാനമേൽക്കുവാൻ പുറപ്പെടുമ്പോൾ നൽകിയ യാത്രയയപ്പ് സമ്മേളനത്തിൽ
റഷ്യൻ പ്രധാനമന്ത്രിയായിരുന്ന സ്റ്റാലിനെ സ്നേഹിത ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞ് പരസ്പരം ആശ്ലേഷിച്ച സന്ദർഭത്തിൽ സ്റ്റാലിന്റെ കണ്ണുകൾ നിറഞ്ഞതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്രൂരനും അനേകരുടെ ജീവൻ അപഹരിച്ചവനുമായ സ്റ്റാലിനിൽ ആർദ്രതയുടെ ഒരു അലിവ് സൃഷ്ടിക്കുവാൻ ഡോക്ടർ രാധാകൃഷ്ണന്റെ അന്നത്തെ യാത്രയപ്പ് സമ്മേളനത്തിലെ പ്രസംഗത്തിലൂടെ സാധിച്ചു എന്നത് ആ വ്യക്തിത്വത്തിന്റെ മഹനീയതയാണ്. നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ശത്രുത ഒഴിവാക്കുവാനും സ്നേഹിതരെ സമ്പാദിക്കുവാനും നമുക്ക് കഴിയണം. അനുദിന ജീവിതത്തിൽ വാക്കിലും പ്രവൃത്തിയിലും വാൾ ഒഴിവാക്കണം എന്നതാണ് ഇന്നത്തെ സന്ദേശം. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.